ഒന്ന് നിർത്തിക്കേ. എന്നാ മീന? കിലോ എന്നാ വില? 20 രൂപയുള്ള അമ്മച്ചിയെ. വില തുച്ഛം, ഗുണം മെച്ചം. 1 കിലോ ഇങ്ങതാ. ശരി അമ്മച്ചി. ചേട്ടാ, ഞങ്ങൾ ഡെൽറ്റ ടി വിന്നാ. ഇവിടെ കടത്തു തുഴയുന്നത് ഒരു സ്ത്രീയാണെന്ന് കേട്ടു. ഒന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? ആണുങ്ങൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഞങ്ങൾ ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനൊന്ന് ഇന്റർവ്യൂ ചെയ്യാനാ. ഇന്റർവ്യൂ? അതോ ആ വരുന്നത് ആള്? കാണാമെന്നല്ലാതെ അവള് നിങ്ങളോട് അക്ഷരം പറയുന്ന വിചാരിക്കണ്ട. ഇല്ലേ, അവളുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ച് കെട്ടാതെ നോക്കിക്കൊള്ളാം. അതാ പ്രകൃതം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ ഫോട്ടോ എടുക്കരുത് പറഞ്ഞേക്കാം. പിന്നെ നിന്റെ ഒരു പടം എന്റെ മൊബൈലിന്റെ സ്ക്രീൻ സേവർ ആയിട്ട് കിടന്നാൽ എന്താടി? പടം എടുത്തു എന്ന് പറഞ്ഞ് തേഞ്ഞൊന്നും പോവില്ലല്ലോ. ഞാൻ എന്റെ വീട്ടിൽ പറയും കേട്ടോ. എന്തോന്ന് കെട്ടിച്ചേരാനാണോ? അത് വേണ്ട. കല്യാണം കഴിക്കുന്ന കോൾഡ് ഫാഷൻ അല്ലേ? നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാന്നേ, അതല്ലേ സ്റ്റൈല്. അവന്റെ ഒരു ആഗ്രഹം അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊള്ളാം, നല്ല ഷേപ്പുള്ള മോന്തായ. അത് വെറുതെ ചലക്കണോടാ മോനെ. നടക്കണ. അല്ല, നിങ്ങളാരാ? അത് ശരി. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടുത്തെ MLA ആയ വാസുദേവനെ നിനക്ക് അറിയാമല്ലേ? അതെ, നീ ആരാ? ഇവനാ മലേഷ്യ ബേബിയുടെ മോനല്ലേ സാറേ? അങ്ങനെ വരട്ടെ. അപ്പോ പൊന്മോ മലേഷ്യ സ്റ്റൈലിൽ ചെത്തി അടക്കാൻ ഇറങ്ങിയതല്ലേ? ഞാൻ ചെറുത്തേം ചെയ്യും ചുരണ്ടേം ചെയ്യും.
Who are you to interfere in my rights? നോയെ നിന്റെ റൈറ്റ് വണ്ടിയിലും വള്ളത്തിലും എന്ന പെൺപിള്ളയുടെ പടം പിടിക്കാൻ നിന്റെ റൈറ്റ്. എന്റെ ഈശ്വര, ഈ പടമെടുക്കണ കുന്ത്രാണ് ഇറങ്ങിയ പിന്നെ മനസമാധാനായിട്ടൊന്ന് മൂത്രം ഒഴിക്കാൻ വയ്യാതായിട്ടുണ്ട്. എപ്പോഴാ എവിടെ വെച്ചാ എന്തൊക്കെ എടുത്തിട്ട് പോണെന്ന് ആർക്കറിയാം. ഇവനൊന്ന് വെറുതെ വിടരുത്. ഇയാള് കുറെ നാള് മുമ്പ് എന്റെ പുറകെ നടന്നും പടം പിടിക്കുന്നുണ്ടായിരുന്നു. അത് ശരി. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാ. സ്ഥിരം പരിപാടിയല്ലേ? മേലാലി പറപ്പുകേടും കൊണ്ട് ഈ പ്രദേശത്ത് കണ്ടുപോയാലും പോടാ പോടാ അവിടുന്ന്. ഓനെ. മാഡം ഞങ്ങള് ഡെൽറ്റ ചാനലിൽ നിന്ന് വരിക. മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂ. എനിക്കൊന്നും പറയാനില്ല. അല്ല മാഡം, എനിക്കൊന്നും പറയാനില്ലെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ആതിരേ നിയാസ് ഈ വഴിക്ക്? സാർ വന്നത് നന്നായി. ഞങ്ങളൊരു ഫീച്ചർ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ കുറിച്ച്. ഈ കുട്ടി എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് കേട്ടിട്ടാ ഞങ്ങൾ വന്നത്. ബട്ട് ഷീ ഈസ് നോട്ട് കോപ്പറേറ്റിംഗ്. ഇത് സാറിന്റെ മണ്ഡലമല്ലേ, ഒന്ന് പറയാമോ? നിങ്ങൾ വന്നേ. ആതിര പറഞ്ഞത് ശരിയാ. ആ കുട്ടി ഷീസ് എക്സ്ട്രാ ഓർഡിനറി. അവൾ നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്തില്ലല്ലേ? നിർബന്ധിക്കണ്ട. അതെന്താ സാർ? അത് കൊടുങ്കാറ്റുറങ്ങുന്ന മനസ്സുള്ള കുട്ടിയാണ്. ഇപ്പൊ ഇങ്ങനെയായത് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാർത്തയായി കൂടാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊന്നായത്. റിപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ വേണ്ട. സാർ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. ബട്ട് ഐ ആം ഈഗർ ടു നോ. എന്തെല്ലാമോ നിഗൂഢതകളുള്ള ക്യാരക്ടർ. പ്ലീസ് സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ടെൽ മി സർ. യു നോ, ഞാനൊരു കഥാകാരി കൂടിയാ. അറിയാം. ശക്തമായൊരു കഥയായി പുനർജനിക്കുമെങ്കിൽ ഞാൻ പറയാം. കടത്തുകാരൻ ദാമുവേട്ടന്റെ മകൾ സിന്ധു 2 വർഷം മുമ്പ് വരെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. ദാമുവേട്ടന് ആറ്റുനോറ്റുണ്ടായ പെൺകുട്ടി. ൊരു പട്ടുപാവാടയും തുന്നി വരുന്ന വെളുത്തവാവേ, മാറത്തു താമരപ്പൂവ് പോൽ ചായുമെൻ മുത്തിനെയൊന്നുറക്ക. തങ്കക്കുടത്തിന് താരാടുന്ന പങ്കായമേ എന്റെ തമ്പുരുവേ, ഈ വഞ്ചിത്തൊട്ടിലിൽ അവളുറങ്ങി. നീയൊന്നും മിണ്ടരുതേ, നീയൊന്നും മിണ്ടരുതേ. മന്ദാരപ്പൂവ്
സ്വന്തം എല്ലാമേ നിനക്കു സ്വന്തം രാരിരാരോ 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 പൊന്നോമന നമ്മുടെ പ്രിയങ്കരനായ MLA PTA പ്രസിഡന്റ് എന്ന നിലയിൽ 2 വാക്ക് സംസാരിക്കാനായി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വാസുദേവൻ MLA കുറിച്ച് പറയുകയാണെങ്കിൽ അധ്വാന വർഗത്തിന്റെ കാവൽ പടയാളിയും പട്ടിണി പാവങ്ങളുടെ കളിത്തോഴനുമായ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട MLA ഞാൻ ബഹുമാനം. സുഹൃത്തുക്കളെ, കഠിന പ്രയത്നത്തിലൂടെ പഠിച്ച് ഈ സ്കൂളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കോടെയാണ് സിന്ധു വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിന്ധുവിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം നമ്മുടെ പഞ്ചായത്തും സ്കൂൾ PTAയും ചേർന്ന് സിന്ധുവിന് ഒരു തുക സമ്മാനമായി നൽകിയത്. സിന്ധുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കടത്തുകാരൻ ദാമുവേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന സിന്ധുവിന്റെ അച്ഛൻ ഇന്ന് ത്രാണിയില്ല. തന്റെ ഇല്ലായ്മകളും പരിമിതികളും മനസ്സിലാക്കി ആതുര സേവന രംഗത്തെ വെളുത്ത മാലാഖയാവാൻ കൊതിക്കുന്ന കൊച്ചുമിടിക്കാണ് അവൾ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഇപ്പൊ ഈ നാടിന്റെ MLA എന്ന നിലയിലും ഈ കർമ്മം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. കേട്ടില്ലേ അവള് പറഞ്ഞത്? എത്ര കാലമായിട്ട് എന്റെ കുഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നതാ ഇത്. ദേ, നമുക്ക് ഇവൾ ഒന്നല്ലേ ഉള്ളൂ. അവക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള പാങ്ങില്ലാതായി പോയല്ലോ നമുക്ക്. കഷ്ടപ്പെടാഞ്ഞിട്ടാണോ മണി? 16ാമത്തെ വയസ്സിൽ തുഴ കയ്യിലെടുത്തതാ. എല്ല് നുറുങ്ങ പണിയണമുണ്ട്, വേറൊന്നിട്ട് അറിയേയില്ല. തുടങ്ങി രണ്ടുപേരും. നമ്മള് പാവങ്ങളാ. നമ്മളെക്കാട്ടിലും പാവങ്ങള് എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇനിയിപ്പോ ഞാൻ പഠിച്ച് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി വരുമ്പോ നമുക്കും കാശാവും. പിന്നെ അമേരിക്ക ഇവിടുത്തെ ആശുപത്രിയിലങ്ങനെ മതി. നമ്മുടെ മോൾ അമേരിക്കയിൽ പോട്ടെ മണി, നമുക്കോ പറ്റില്ല. തൽക്കാലം ഞാനേ ഈ കാശും കൊണ്ടുപോയി കുഞ്ഞച്ചന്റെ കടയിൽ നിന്ന് ഒരു ചുരിദാർ വാങ്ങട്ടെ. അതിന് ഈ പൈസ തികയോ മോളെ? ഒരെണ്ണം വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ട്. അപ്പോ അടുത്ത തിങ്കളാഴ്ച സിന്ധു പോകും. എന്താ പോവുണ്ടായോ? ഞാൻ പറഞ്ഞ പോകാതിരിക്കോ? പറഞ്ഞു നോക്ക്. ഇല്ല, പറയില്ല. ഈ രാകേഷ് അത്ര കുശുമ്പലൊന്നുമല്ല. സിന്ധു പഠിച്ച് ജോലി കിട്ടണമെന്ന എന്റെ ആഗ്രഹം. അപ്പൊ സ്വന്തം നിലയ്ക്ക് ജോലിയൊന്നും വേണമെന്നില്ല അല്ലേ? വേണമെന്ന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. പഠിക്കാൻ ഞാനും മോശമല്ലായിരുന്നല്ലോ. യോഗം വേണം. വൈകിട്ട് അമ്പലത്തിൽ വരൂ. അടുത്ത ആഴ്ച മുതൽ എങ്ങനെ കാണും? കണ്ടേ നോക്കൂന്ന് തോന്നുമ്പോ ഒന്ന് വിളിച്ചാ പോരെ? ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഇപ്പൊ പറഞ്ഞെത്തണ്ട. ലീവിന് വരുമ്പോ കണ്ടാ മതി. മതിയെങ്കി മതി, ഞാൻ പോവാ. അതെ, വൈകിട്ട് അമ്പലത്തിൽ വരെ മറക്കണ്ട. അറിയുമോ പ്രണയം? ഈ തുണിയൊക്കെ ഒന്ന് തേച്ചോണ്ട് വരാം. പിന്നെ ചേച്ചിയോട് പോകുന്ന കാര്യമൊക്കെ ഒന്ന് പറയണല്ലോ. ശരിയാ മോളെ, ഉപകാരി അവള്. നല്ലൊരു അയൽവക്കവാ. നീ ആ പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നേന്ന് പറഞ്ഞ് അവര് തരുന്ന കാശിനാ നമ്മള് വേഷം മേടിച്ചോണ്ടിരുന്നേ. ഞാൻ പോയിട്ട് വരാമേ. ശരി മോളെ.
രണ്ടുപേരും നോക്കണേ. ചേച്ചി പോയ പിന്നെ ഒരു രസവും ഇല്ല. ഇനി എന്നാ ചേച്ചി വരാ? ഞാൻ ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ട് ഓടി വരില്ലേ? ചേച്ചി പോയാ പിന്നെ ഞങ്ങൾ ആരുടെ കളിക്കാ? സിന്ധു ചേച്ചി പോണ്ട പ്ലീസ്. സിന്ധു പോകുന്നതോടെ കുഴഞ്ഞു പോകുന്നത് ഞാനാ. ഇവർക്കിനി 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ആരാ ഉള്ളത്? ഇവരുടെ പുറകെ നടന്ന എന്റെ നടുവൊടിയും. അതൊന്നുമില്ല, ഇവര് നല്ല കുട്ടികളല്ലേ, ഇവര് പഠിച്ചോളൂ. ഓ പിന്നെ നല്ല കുട്ടികള് പോയി പഠിക്കും. ഈ അമ്മ ഇതാ സിന്ധു, ചേച്ചിയുടെ വക ഒരു സമ്മാനം. എന്താ ഇത്? ഒരു ചുരിദാറാ മോളെ. നിനക്ക് എന്തെങ്കിലും തരണ്ടേ? എന്തിനാ ചേച്ചി ഇതൊക്കെ? വേണ്ടാന്ന് പറയരുത്, വഴിച്ചിലതിന് തിരിക്കട്ടെ. ആ ശരി പോട്ടെ. ഞമ്മക്കൊരു ലോഡ് മണൽ വേണമല്ലോ. എവിടേക്കാ? എന്റെ വീട്ടിലേക്ക്. സ്ഥലം പറഞ്ഞാലേ തന്റെ വീടറിയൂ. അത് താന്നിക്കോട്ട് അംസാജിയുടെ വീടിന്റെ പുറകിൽ ഒരു വീട് പണിയുന്നുണ്ട്. എന്താവും? 10,000. 10,000? നോട്ടിലൊക്കെ വിലയിലുണ്ടായോ? അതെ, വേണമെങ്കിൽ മതി. 1000 ഇപ്പൊ തരാം, ബാക്കി ഇറക്കുമ്പോ. അത് പറ്റില്ല, ഈരക്കടവിൽ വന്ന് ബാക്കി തുക ഏൽപ്പിക്കണം. ഓ, സ്ഥലം മനസ്സിലായില്ലേ? കലിങ്ങിനപ്പുറം ചോദിച്ചാ മതി. അറിയാം അറിയാം. ഇതാ. അപ്പൊ ശരി, കാണാം. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? എടാ, ഇത് നമ്മുടെ പുതിയ SP ഇന്ദ്രജിത്ത് സാറല്ലേ? SP ഇന്ദ്രജിത്ത് സാറേ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പോലീസിനെ തൊട്ട് കളിക്കുമല്ലടാ. പറടാ, ആരാ ഇതിന്റെ പിന്നിൽ? അതിന്റെ മോനെ കൊണ്ടുപോകണേ. രാമേന്ദ്ര സാർ, അറസ്റ്റ് ഇപ്പൊ രേഖപ്പെടുത്തണ്ട. സാർ, വണ്ടി എടുക്ക് വണ്ടി. സിന്ധു, അളിയന്മാരൊക്കെ നേരത്തെ എത്തിയല്ലോ. വേറെ പണി വേണ്ടേ? ഹായ് ഗൈസ്. ഹായ്. എന്താടി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞോ? മൊത്തത്തിലൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. ആക്കല്ലേ മോനെ, ആക്കല്ലേ. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം? അത് ഓർമ്മയുണ്ടായാ മതി. ഏയ്, നമ്മുടെ റീത്ത എവിടെ? അവൾ എടപ്പള്ളി പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി. ആഹാ. വന്നേ. ഛെ, പോടാ. ഓ, പൊതുവെ ഒരു ഡ്രൈ അവസ്ഥയാണ്. ചുറ്റിന് ഓൾഡ് ഫേസ് മാത്രം, ന്യൂ ഫേസ് ഒന്നും ഇല്ലേടെ ഒന്ന് തൊട്ട് നക്കാൻ. ഒത്തിരി ന്യൂ ഫേസ് വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ ഇരകൾ എത്തി തുടങ്ങി. ഒരു നാടൻ പൈങ്കിളി ഓട്ടോയിൽ പറന്നു വരുന്നു. ഇത്തിരി കുറവാ, എന്നാലും കൊള്ളാം. എന്റെ അമ്മച്ചി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് മാടപ്പുറവെത്തി. അതിനീ ചൂണ്ടയൊന്നും പോരാ മോനെ, അതേതോ ഗ്രാമീണ സുന്ദരിയാ. അത് നിങ്ങൾക്ക് പറ്റിയതൊന്നും അല്ല മോനെ. നല്ല ഷാമ്പു ഇട്ട മുടിയും ഐസ്ബർഗിന്റെ സുഗന്ധം ഒന്നും ഉണ്ടാവില്ല. നല്ല ഒന്നാന്തരം കാച്ചി എണ്ണയുടെ മണമായിരിക്കും. മതിയടി ചക്കരെ, നാടൻ പെണ്ണും നാക്കിലേൽ നറുനൈ വിളമ്പിയ സദ്യയൊന്നും നീ കേട്ടിട്ടില്ലേ? ഇനി അച്ഛൻ പോയിക്കോ, സന്ധിക്കുമ്പോ വീട്ടിലെത്തണ്ടല്ലേ. ശരി, ഇത് മോള് വെച്ചോളൂ. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കണം. മോള് തനിച്ചല്ലേ, അച്ഛൻ ഓടി വരാം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്താ കരയാ? പേടിക്കണ്ട കേട്ടോ, ഇനി ഞങ്ങളൊക്കെ ഇല്ലേ. പേടിക്കേണ്ട കുട്ടിയെ, ഇവൻ അങ്ങനെ
തൊട്ട ആ ശീലം. കുഴപ്പമില്ല, പുതുക്കല്ലേ, ഒക്കെ ചേട്ടന്മാര് മാറ്റിത്തരാം. സമയമുണ്ടല്ലോ. എന്താടി നിന്റെ പേര്? സിന്ധു. സിന്ധു നദി പോലെ താഴേക്ക് ഒഴുകുവോ അതോ അനങ്ങാതെ കുളം പോലെ കിടക്കുവോ? അനങ്ങാതെ കിടക്കുന്നതാ എനിക്കിഷ്ടം. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ പൊയ്ക്കോ. ശരി വിട്ടോ. പട. ഹലോ, എന്താടി മോളെ? ശ്രീജ, സിഎ പൊന്നപ്പനെ ചെട്ടിയാർ വിലക്കെടുത്തു. ഓഹോ, ഇനി എന്ത് ചെയ്യും? സിയെ പൊന്നപ്പനെ ഞാൻ പൊക്കിച്ചോളാം. ഓ ചൂട് ചൂട്. ഓഹോ ആ അയ്യോ, ഓഹോ ഇങ്ങോട്ട് ചേർന്ന് നില്ല ചെല്ലക്കളി, മാറി ഇന്നലെങ്ങനെ. മസാജിങ്ങിനിടയിൽ ഇങ്ങനെയൊന്നും പാടില്ല. അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. രൂപ 500 എണ്ണി തന്നത്. ടിപ്പ് വേണേ വേറെ തരാം. പിള്ളേരോട് ശരിക്കൊന്ന് തടവാൻ പറ. ഒന്ന് കമിഴ്ന്ന് കിടന്നാട്ടെ. അത് വേണം ചെല്ലക്കളി. എന്നെ എങ്ങാനും കവിഴ്ന്ന് പോയാലോ? പോലീസിന്റെ വിസില്. എന്റെ വിസിലോടല്ല, എന്റെ തുണി അവിടെ. അയ്യേ, ഇത് എന്തായത്? സാറിന്റെ യൂണിഫോം അവിടെ. സാറിന് കർക്കിടമല്ലേ, അതുകൊണ്ട്. സാർ, അയ്യോ, തുണിയും പോയി പണിയും പോയി. സാറിനെ തെറ്റിദ്ധരിക്കരുത്. സാറിനെ അവിശ്വസിക്കണം. അല്ല, വിശ്വസിക്കരുത്. അല്ല, വിശ്വസിക്കണം. മസാജിങ് സെന്ററിന്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് വന്നത്. സാറ് പറഞ്ഞിട്ടാണ് വന്നത്. തന്നോട് രഹസ്യമായിട്ട് എടുക്കാനല്ലേ പറഞ്ഞത്? സ്റ്റോപ്പ് ഇറ്റ്. ലിസ്റ്റിൽ നിന്ന് പേര് വിട്ടരുത്. അവിവാഹിതനാണ്. പോയി യൂണിഫോം ഇട്ടോണ്ട് പോണോ? സാർ പോയി. സർ, ഇയാളാണ് ഇവിടുത്തെ മാനേജർ. ആരുടെയാണ് ഈ പാർലർ? ഡോക്ടറുടേതാണ് സാർ. ഏത് ഡോക്ടർ? അത് പിന്നെ ഹാജിയാരുടേതാണ് സാർ. അഹമ്മദ് കുട്ടി ഹാജിയാർ അല്ലടാ? പൊന്നപ്പാ, സാർ സാർ പൊന്നപ്പാ, സാർ ജീവിക്കറ്റില്ലാത്തനെ. സാർ. അപ്പൊ നീ പോലീസാണല്ലേ? അതെ. രാവിലെ 100 രൂപ നിന്നെ ചതിക്കാൻ നോക്കിയല്ലേ? ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ. നാവിതൻ വാദിച്ചോരാവിതൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടേ. മോഹം പൊഴിയണ മിന്നൽ പൊഴിയണ ദാഹം വഴിയണ പ്രേമ പുതുമഴ നിറമായി കുളിരായി പുതുവഴി തേടി പാറി നടക്കും സ്വപ്ന ചിത്രം. എന്താ ആഭാസമായി കാണിച്ചത്? ലേഡീസ് ഹോസ്റ്റലിൽ ആൺകുട്ടിയോളോ? നീ ഇവിടെ പുതിയ ആളായതുകൊണ്ട് തോന്നുന്നതാ. ഇവിടെ ഇതൊക്കെ നിത്യ സംഭവങ്ങളാ. ഒന്നും മിണ്ടാതെ അടങ്ങിക്കൂടുന്നതാ നല്ലത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കുട്ടിക്കറിയണോ, ഇന്റേണൽ അസസ്മെന്റിന് മാർക്ക് കിട്ടണമെങ്കിൽ അവര് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ചെല്ലണം. ഈശ്വരാ, എന്റെ പേടിയിപ്പോ അതാ. എങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ എന്തായാലും പ്രിൻസിപ്പലിന്റെ അടുത്ത് പരാതിപ്പെടും. സിന്ധു, അവര് കോളേജിലെ സീനിയർ സ്റ്റുഡൻസാ. അതിന് ജൂനിയർ ആയ നീ പരാതി പറഞ്ഞ പിന്നെ എന്താ ഉണ്ടാവാന്നറിയോ? എന്തുണ്ടാവാൻ? ഇതിനു മുമ്പ് പരാതി പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച തെമ്മാടി കൂട്ടം അവരും. ഒടുവിൽ അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവളെ കോളേജിൽ നിന്ന് പുറത്താക്കി. അവർക്ക് നീ ഒരു പ്രശ്നമേ അല്ല. നീ എന്ത് പറഞ്ഞാലും ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് എന്റെ കാര്യം. കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇവിടെ പഠിക്കാൻ വന്നതല്ലേ, ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട്. അല്ല മാഡം, നോ എക്സ്പ്ലനേഷൻ, വൺ സ്റ്റഡി. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങള്? ഇവരുടെ കയ്യിൽ പരാതി കൊടുത്താൽ അത് ചെല്ലുന്നത് അവറ്റകളുടെ കയ്യിലായിരിക്കും. ഇവര് വാർഡിനൊക്കെ ഒരു കയ്യാ. ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല. ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. നാളെ കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് പോയാലോ? ആ വാർഡ് സമ്മതിക്കില്ല. സിനിമയ്ക്കാണെന്ന് പറഞ്ഞാൽ പിന്നെയും വിടും. ഇവളാണ് പരാതിക്കാരി. ഓഹോ, അപ്പൊ ഇവളാണ് പരാതിക്കാരി. നീ ആരാടി? ചാൻസറാണോ? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടി. എന്താ അറിയത്തെ ഇങ്ങനെ? ഇതൊരു പാവം പെൺകുട്ടിയല്ലേ, അതിനെ വെറുതെ പേടിപ്പിക്കല്ലേ. പാവാണോ? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് അത്ര തോന്നുന്നില്ല. ഈ ഹെയർപിന്നോണ്ട് ഈ ഹോസ്റ്റലിന്റെ നീളം
ഗുണം വീതി ഒന്ന് എടുത്താട്ടെ. മേടിക്കടി. മോശം. അയ്യോ പാവം. മോള് പേടിച്ചു പോയോ? അല്ല, കഴിഞ്ഞ കൊല്ലം നമ്മൾ ആ തൊട്ടവാടി എന്നതാ ചെയ്തേ? അയ്യോടി വീത്തെ, നീ മറന്നോ? ആദ്യ രാത്രി നേരാ. അതിപ്പോ 1 വർഷം കഴിഞ്ഞല്ലോ. അവളിപ്പോ പെറ്റ് കാണും അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി ഇവളും പറയട്ടെ. ലേബർ റൂം ഞാൻ ക്ലോസ് ചെയ്തേക്കാം. ഇവിടെ കിടന്നോ. മുക്കടി, നിന്റെ പ്രസവം ഞാൻ എടുക്കട്ടെ. നീ അങ്ങ് പെറ്റിട്ടേക്ക്, ഞങ്ങൾ വളർത്തിക്കോളാം. ചേച്ചിമാര് പ്ലീസ് എന്നെ ഉപദ്രവിക്കല്ലേ. ഒന്നും ചെയ്യില്ല, ഒന്നും. ഓക്കെ, നോർമൽ ഡെലിവറി. ഇല്ലടി വീത്തെ, നീ വയറ് വീഴ്ത്തിക്കുന്ന കണ്ടില്ലേ? ഇരട്ടകളാണെന്നാ തോന്നുന്നേ. ആണോ? ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഹലോ, വിട്ടേക്കാം. ഈ രാഷ്ട്രീയക്കാർക്ക് വല്ലാത്ത ആക്രാന്ത. പിള്ളേരെ ഉപദ്രവിക്കരുന്ന് പറയണം. ഓക്കെ ഓക്കെ. അതെ, വേറൊരു കോൾ എത്തിയിട്ടുണ്ട്. അച്ഛൻ കടയിലുണ്ടാവോ? അല്ല, ആരൊക്കെയായി വരണേ? രാഘവ, നിന്റെ മോളും മരുമോനും പറഞ്ഞു. എന്താ ഇത്ര വൈകിയത്? അതെ, നിങ്ങൾ വിഷുവിന് വരുമെന്ന് പറഞ്ഞിട്ട്. എന്താ രാഘവ, കുട്ടികൾക്കൊക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി വരാൻ പറ്റുമോ? ശരിയാ, ചേട്ടൻ ലീവ് കിട്ടിയില്ല, അതുകൊണ്ട്. അവിടെ വലിയ തിരക്കായിരുന്നു വെച്ചാ. അങ്ങനെ ശരി ശരി, നിങ്ങൾ അക്കരയ്ക്ക് വെക്കൂ. ഞാൻ കുറച്ച് മീനും വാങ്ങിച്ചോണ്ട് വരാം. നിങ്ങൾ ഇവിടെ കുറച്ചു ദിവസം കാണില്ലേ? ഒരാഴ്ച നിന്നിട്ടേ പോകും. രാമൂട്ടാ, ഇവരൊന്ന് അക്കരയ്ക്ക് വിടുവോ? വിടാലോ. ഞാൻ രാമൂട്ടാ, എന്റെ മോളും സിന്ധുവും ഒരുമിച്ച് കളിച്ചു വളർന്നതാ. അവൾക്കും വേണ്ട ഒരു കല്യാണമൊക്കെ. വേണം രാഘവ, അവള് പഠിക്കല്ലേ. വരട്ടെ, അവൾക്കായിട്ടൊരു രാജകുമാരൻ വരും. ഒന്ന് നിക്കുന്നേ. സിന്ധു നദി എങ്ങോട്ടാ? നിപ്പ് കണ്ടിട്ട് അത്ര പന്തി അല്ലല്ലോ. ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോടി? വന്ന് കേറിയ ഉടനെ തന്നെ ആരെങ്കിലും വളച്ചെടുത്തോ? നിന്ന് മോങ്ങാതെ വാ തുറന്ന് എന്തേലും പറവണ്ണേ. ഇല്ലെങ്കിൽ ചേട്ടന്മാർക്ക് കോപം വരും. ആ ചേട്ടന് കോപം വന്നാൽ അവൻ പുലിയായി മാറുമേ തങ്കമണി. ഏയ് പൊന്നുമണി, പൊന്നുമണി, ചട്ടമ്പി കല്യാണി. തങ്കമണി, തങ്കമണി, പൊന്നുമണി, ചട്ടമ്പി കല്യാണി. ഏയ് തങ്കമണി, പൊന്നുമണി, ചട്ടമ്പി കല്യാണി. ചട്ടമ്പി കല്യാണി. ആള് കൊള്ളാലോ. ടോണി, കുറച്ച് ഓടേണ്ടി വരും. നീ ആര്? കേരളത്തിലെ പുതിയ ഓട്ടക്കാരിയോ? ഉത്തേജക മരുന്ന് വല്ലതും കഴിച്ചിട്ടാണോ ഓടുന്നത്? നിനക്ക് നല്ല ഉത്തേജക മരുന്ന് ഞങ്ങള് തരാടി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങനെ? നിന്നെ മാത്രമല്ല മോളെ, എല്ലാവരോടും ഇങ്ങനെ. നിനക്ക് ഇത്തിരി ചവിട്ടും കുത്തും കൂടുതലാണെന്ന് ചേച്ചിമാര് പറഞ്ഞു. അവര് നിന്നെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറഞ്ഞേക്കുവാ. പറമോളെ, നീ ഇപ്പൊ ഇതിലെ ഒറ്റയ്ക്ക് എങ്ങോട്ടാ പോകുന്നത്? ലാബിലെ റെക്കോർഡ് ബുക്ക് മറന്നു വെച്ചു, അതെടുക്കാനാ. അയ്യോ പാവം, മറവിയുള്ള കൂട്ടത്തിലാണല്ലേ. സാരമില്ല മോളെ, ബുക്ക് എടുക്കാൻ ചേട്ടൻ കൂടെ വരാം. വാ വാ മോളെ. ചൂടാവല്ലേ, ഇത്രമാത്രം ചൂടിത് എവിടുന്നായി വരുന്നേ? തലേന്നോ അതോ? ഇവളുടെ അനാട്ടമി നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഓക്കേ. എവിടുന്നാ തുടങ്ങുക? ഇവിടുന്നാകാം. മോശം, പാവപ്പെട്ട പെൺകുട്ടികളോടാണോടാ നിന്റെയൊക്കെ തോന്നിവാസം? അല്ല, അത് ഞാൻ നിനക്കൊക്കെ പല പ്രാവശ്യം വാണി തന്നിട്ടുള്ളതാ. ഇനി ഇതുപോലൊക്കെ കണ്ട നീ ഒന്നും ഈ കോളേജിൽ കാലുകുത്തില്ല, കേട്ടോടാ. പോയേ, പോയടാ. എന്തിനാടോ താൻ ഒറ്റയ്ക്ക് ഇതിലേ വന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? എനിക്കറിയില്ലായിരുന്നു, ലാബിലൊരു ബുക്ക് മിസ്സായി, അതെടുക്കാൻ വന്നതാ. ശരി, പോയി ബുക്ക് എടുത്ത് വേഗം വിട്ടോ. ഇനി ആരും ഒന്നും ചെയ്യില്ല. പിന്നെ ഇന്നെന്റെ ബർത്ത്ഡേയാ. ഇത് അമ്മ തന്നു വിട്ടതാ ഈ സ്വീറ്റ്സ്. കുട്ടി ഒന്ന് എടുക്കണം പ്ലീസ്. കുട്ടിയുടെ അമ്മ തന്നാണെന്ന് കരുതിയാ മതി. എന്താ അശ്വതി, ഇതുവരെ പോയില്ലേ? ഇല്ല സർ,
സിന്ധു ലാബിലേക്ക് തിരിച്ചുപോയി. അവളുടെ റെക്കോർഡ് ബുക്ക് അവിടെ വെച്ച് മറന്നു. ആവശ്യമില്ലാതെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിയാതെ സിന്ധുവിനെ വിളിച്ച് പോകാൻ നോക്ക്. ഒരു സമയം കഴിഞ്ഞാൽ ഈ കോളേജിന്റെ ചുവരുകൾക്ക് പോലും പല്ലും നഖങ്ങളും വളരും. പോകാൻ നോക്ക്. നടക്കും ഫ്രണ്ട്സാണേ ഞങ്ങൾ ഡേഞ്ചറസ് അയ്യോ മോളെ, എന്റെ പൊന്നു മോളെ, നിനക്ക് എന്താ പറ്റിയത്? രാമേട്ടാ, നമ്മുടെ മോക്ക് എന്താ പറ്റിയത്? അമ്മിണി, നീ ബഹളം വെക്കാതെ സമാധാനമായിട്ടിരിക്കേ. മോളെ, എന്താ പറ്റിയ അച്ഛന്റെ മോൾക്ക്? എന്താ ഒരു ബഹളം? എല്ലാരും ഒന്ന് മാറിക്കേ. ഡോക്ടറെ, ഞങ്ങളെ കുട്ടിയുടെ അച്ഛനും അമ്മയും. അച്ഛനും അമ്മയൊക്കെ അങ്ങ് വീട്ടില്. വേഗം പുറത്തേക്ക് ഇറങ്ങി. അവനാ അവനാ എന്നെ അവിടെ കിടക്കൂട്ടി. അവനാ എന്നെ അവിടെ കിടക്കാനല്ലേ പറഞ്ഞു? എന്താ ഇത്? എന്താ ഇത്? കുട്ടി, കുട്ടി, എന്താ മോളെ? എന്താ നിനക്ക് പറ്റിയേ? അവിടെ ആരും ഇല്ലല്ലോ. എന്താ മോളെ? എന്റെ കുഞ്ഞിന് എന്താ? അല്ല, വീട്ടിൽ വേറെ ആർക്കെങ്കിലും മാനസിക രോഗം ഇല്ല ഡോക്ടറെ, ആർക്കും ഇല്ലല്ലോ. മാനസിക വിഭ്രാന്തി കൊണ്ട് സംഭവിച്ചതാ, പേടിക്കാനൊന്നുമില്ല. ഈ മരുന്ന് വാങ്ങിച്ചോളൂ. ഹലോ ശ്രീജ, ഞാൻ ടെസിയ. ഇവിടെ മെഡിക്കൽ കോളേജിലൊരു കേസ്. MCM നഴ്സിംഗ് കോളേജിലെ കുട്ടിയാന്ന് അറിഞ്ഞേ. ഐ ഫീൽ സംതിങ് റോങ്. ആ കോളേജിനെ പറ്റി എന്തെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല ടെസി, റൂമറുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആരും പരാതിപ്പെടാത്തത് കൊണ്ട് കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്താ വിശേഷിച്ച്? ഓക്കെ ശ്രീജ, ബാക്കി ഞാൻ അന്വേഷിച്ചോളാം. ഹലോ, ഞാനിപ്പോ മെഡിക്കൽ കോളേജിലാണ് വിളിക്കുന്നത്. സാറിനൊന്ന് കാണാൻ കഞ്ഞി ആയില്ലേ അമ്മിണിയെ? പുകയുന്ന വറ കൊണ്ട് മനുഷ്യന്റെ കണ്ണ് നീർന്നല്ലാതെ അടുപ്പിലൊന്നും ആവുന്നില്ല. എന്താ മോളെ ആലോചിക്കണേ? വീട്ടിൽ വന്നാലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പിള്ളേരെ പോലെ ആയാലോ? ഒക്കെ ശരിയാവുന്നേ. പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പം അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ഇടപഴകാൻ ഒരു വൈമനസ്യം. അങ്ങനെ കരുതിയാ മതി. എന്റെ കുട്ടിക്ക് എന്ത് പറ്റി ഈശ്വര? നല്ല ചൂടുണ്ടല്ലോ. അമ്മിണിയായി, നീ കുഞ്ഞിനെ നോക്കണില്ലേ? വിറച്ചു തുള്ളി പനിക്കുന്നുണ്ട്. ആശുപത്രി കൊണ്ടുപോകണം വേഗം. അയ്യോ, ശരിയാണല്ലോ. എന്റെ ദൈവങ്ങളെ, എന്റെ കുട്ടിയെ കാത്തോളണേ.
കണ്ണു തുറക്കൂ. സിന്ധുവിന്റെ അമ്മയാണല്ലേ? അതെ. കേൾക്കുമ്പോ വിഷമം തോന്നുന്ന കാര്യം പറയാൻ പോകുന്നത്. ഒരമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ ഡോക്ടർ എന്റെ മോക്ക്? മെഡിക്കൽ കോളേജിലെ പരിശോധനാ റിപ്പോർട്ടും അവർ പറഞ്ഞ അസുഖവും തെറ്റാ. കുട്ടിക്ക് മെന്റൽ പ്രോബ്ലം അല്ല. അവളെ ആരോഗ്യം ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഐ മീൻ, നിങ്ങളുടെ മോള് ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ ഈശ്വര. Hello? Hello? Tessie? Auntie? Can you come here? Okay, Auntie. Okay. Yes, I'm coming. Bye. Bye. Okay, let's go. എന്താ അമ്മണി? ഡോക്ടർ എന്ത് പറഞ്ഞു? എന്താ നമ്മുടെ മോൾക്ക്? എന്താ അമ്മണി? നമ്മുടെ മോള് ഒരു കടലാസ് നിറയെ തെമ്മാടുത്ത് എഴുതി വെച്ചിട്ട് പരാതിയാണെന്നും പറഞ്ഞു തന്നാൽ ഉടനെ ഞാൻ ഇവിടുന്ന് വടിയും കൊടയും പിടിച്ച് അന്വേഷണത്തിന് ഇറങ്ങുമെന്ന് താൻ കരുതിയോ? ഇടിച്ച് തന്റെ നട്ടല്ലിയാനോടിക്കും. എടോ, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആരെ കുറിച്ചാണെന്ന് തനിക്ക് വല്ല ധാരണയുണ്ടോ? താനെന്താ മോളെയും കൊണ്ട് കാശുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക? അതിന് ഇതിനേക്കാൾ നല്ലത് ബസ് സ്റ്റാൻഡാ പറ്റിയ സ്ഥലം. എടോ, താൻ ഈ പരാതി കൊടുക്കുന്നതേ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബത്തിലെ കുട്ടികളുടെ പേരില. വെറുതെ ആ കുടുംബക്കാരെ നാറ്റിച്ചിട്ട് വേണോ തനിക്ക് തന്റെ മൂക്ക് ലേബലുണ്ടാക്കി കൊടുക്കാൻ? പറയടേ, ഏതവന്റെ കൂടെ പോയി താടി നീ ഈ പരാതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അയ്യോ സാറേ, എന്റെ മോൾ അത്ര കാര്യമൊന്നുമല്ല. ഈ പരാതി പറഞ്ഞിരിക്കുന്നൊക്കെ സത്യ സാറേ. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരാ സാറേ. എന്റെ അടുത്ത് കൂടുതൽ ഡയലോഗ് വേണ്ട. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിലേ അടിവയറ്റിലൊറ്റ താങ്ങി ഞാൻ. സാർ, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. എനിക്ക് പരാതിയൊന്നുമില്ല സാറേ. നമുക്ക് തിരിച്ചു പോവാം. സഹിക്കാൻ പറ്റില്ല. മോള് പറഞ്ഞ കേട്ടില്ലേ? നമുക്ക് പോവാം. അങ്ങനെ വഴിക്ക് വാ. കാശുള്ള വീട്ടിൽ ആമ്പിള്ളേരെ കണ്ണും കൈയും കാണിച്ച് ചാടിക്കുമ്പോ ഓർക്കണം, അവസാനം തൂത്തുകളയാൻ മണ്ണും ചെളിയും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന്. ചങ്കിക്കൊള്ളുന്ന വാക്ക് പറയല്ലേ സാറേ. മേലാൽ ഇത്തരം പരാതിയുമായിട്ട് തന്നെ ഈ വഴിക്കെങ്ങാനും കണ്ടാൽ വ്യഭിചാര കുറ്റത്തിന് കേസെടുത്ത് ഞാൻ ഇവിടെ അകത്താക്കും. പിന്നെ കുറച്ച് കൂപ്പണം പിടിച്ചോണ്ട് വീട്ടിലിരുന്നാ മതി. ആൾക്കാർ അവിടെ വരും. അങ്ങനെ ഒരു ഗതികേട് വേണ്ടെന്നുണ്ടെങ്കിൽ മോളെയും വിളിച്ചോണ്ട് സ്ഥലം വിട്. പോവാൻ. പിന്നല്ലാതെ പിന്നെ നമ്മൾ എന്തിനാ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? തൽക്കാലം നന്നായിട്ടൊന്ന് വരട്ടി വിട്ടിട്ടുണ്ട്. ഇനി തന്തേ മോൾ ഈ പരിസരത്ത് വരത്തില്ല. പിന്നെ ഇതിനൊക്കെ ചെലവുണ്ട് കേട്ടോ. കാണേണ്ട പോലെ അങ്ങ് കണ്ടാ മതി. എന്തു പണിയാ കാണിച്ചേ? അതേടോ, ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തനിക്കറിയാവുന്നതല്ലേ? കോളേജ് രാഷ്ട്രീയം മുതൽ ഇവിടം വരെ. ഇന്നെന്താ ഇപ്പൊ ഒരു പുതിയ ചോദ്യം? താങ്കൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മനസ്സിലാവൂല. കുറച്ചു മുമ്പേ താൻ ഇവിടുന്ന് ഇറക്കി വിട്ട ദാമുവേട്ടന്റെ മോളുടെ പ്രശ്നത്തെ കുറിച്ച് പറയാനാ ഞാൻ വന്നത്. ഓ, അതാണോ കാര്യം? ഞാൻ കരുതി ഏതാണ്ട് മലമറിക്കുന്ന കാര്യമാണ് MLA പറഞ്ഞു വരുന്നത്. കള്ള കേസാണ് സാറേ. നിരപരാധികളുടെ പേരിലല്ലേ പരാതി. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കണ്ടാലേ എനിക്ക് മനസ്സിലാവും. അയ്യോ, അതൊക്കെ തനിക്ക് മനസ്സിലാവും. കാരണം ഒരു കള്ളന് മറ്റൊരു കള്ളനെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രതികൾ നിരപരാധികളാണെന്ന് വിധി എഴുതാൻ ഈ പേരുകാര് തന്റെ അമ്മയുടെ ഒന്നാം ഘട്ടിലെ മക്കളൊന്നും അല്ലല്ലോ. സദാശിവ, എന്റെ സ്വഭാവം തനിക്ക് ശരിക്കറിയാവല്ലോ. തെറി പറയാൻ തുടങ്ങിയാ പിന്നെ ഇനി കണ്ണുമുഖം കാണുകയല്ല. അതുകൊണ്ട് ദാമുവേട്ടന്റെ പരാതിയിൽ താൻ ആദ്യം കേസെടുക്കണം. മനസ്സിലായോ? അന്വേഷണമൊക്കെ തന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം.
പ്രോട്ടോകോൾ അനുസരിച്ച് തന്റെ മുകളിലാണ് ഞാൻ. അതല്ല തന്റെ കോത്താത്ത സ്വഭാവം എടുത്ത് പണിഞ്ഞോ ഞാൻ തിരിച്ചു പണിയും. ആ പിന്നെ താൻ വെറുതെ ആ കൈകൊണ്ട് തന്റെ നടുവുമ്പുറത്തൊന്ന് തടവി നോക്കിയേ. പണ്ട് കളക്ടറേറ്റിന് മുമ്പ് വെച്ച് ഞാൻ തന്ന വെട്ടിന്റെ പാട് കയ്യെ തടയും. പിന്നെ പണക്കാരന്റെ നക്കി തിന്ന് കൊളസ്ട്രോൾ കൂടിയപ്പോ തന്റെ ശരീരത്തിൽ നിന്ന് ആ പാട് മാഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ തന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. സദാശിവ, പാവപ്പെട്ടവന്റെ കരള് വാടിയ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചങ്ക് നീറും. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ, ഓർത്തിരുന്നാ തനിക്ക് നല്ലത്. ഗുഡ് മോർണിംഗ് സർ. ആ സഖാവോ, എന്താ പതിവില്ലാതെ ഇരിക്കെ. എന്തെങ്കിലും പ്രശ്നമില്ലാതെ സഖാവ് ഈ വഴി വരില്ലെന്ന് എനിക്കറിയാം. പറയൂ, എന്താ പ്രശ്നം? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യം പറയാനാ വന്നത്. ഒരു ദാമു, കടത്തുകാരനാണ്. ഞങ്ങള് ദാമുവേട്ടനെന്നാ വിളിക്കാറ്. അദ്ദേഹത്തിന്റെ മകളെ MCM കോളേജിൽ വെച്ച് ചിലർ റാഗിങ്ങിന്റെ പേരിൽ റേപ്പ് ചെയ്തു. ആരാണെന്നറിയാമോ? ആളുകളെ അറിയാം, പക്ഷെ തൊട്ടാ പൊള്ളും. അതുകൊണ്ട് തന്നെ ഗാന്ധിനഗർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ചെന്ന ദാമുവേട്ടനെ SI ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു. ഇതിനൊരു തീർപ്പുണ്ടായി കൊടുക്കണം. ഇത് മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഏയ്, ഇതുവരെ ഇല്ല. തൽക്കാല വിവരം അധികമാരും അറിയണ്ട. ഒരു പെൺകുട്ടിയല്ലേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. സർ, മുൻകൂട്ടി ഇൻഫർമേഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് റാഗിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചില്ല? വിവരങ്ങൾ മുൻകൂട്ടി അറിഞ്ഞെന്ന് താനെങ്ങനെ അറിഞ്ഞു? ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? സമാന്തരമായി അന്വേഷിച്ച ആളെ കണ്ടുപിടിച്ച് കേസ് സെൻസേഷണൽ ആക്കിയിട്ട് ഇപ്പൊ എന്തായി? ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ഇപ്പൊ നാട്ടുകാർ കൂടെ അറിഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് രഹസ്യമായിരിക്കണമെന്ന് കരുതിയത്. സോറി സർ, ഞാൻ വിചാരിച്ച നേരെ തിരിച്ചാ. സാറിനെ പോലെ ഒരാൾ സത്യസന്ധമായി കേസ് അന്വേഷിച്ച് തെളിയിച്ചിട്ട് പിന്നീട് അത് ഭരിക്കുന്നവർ ചേർന്ന് ഒതുക്കി കളയാതിരിക്കാനാ ഇതിന് പൊതുജന ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതെന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ? നോ സർ, ഇവിടെ എത്ര ഉദ്യോഗസ്ഥര് ഇതുപോലുള്ള പല കേസുകളും തെളിയിച്ചിരിക്കുന്നു. എത്ര എണ്ണം കോടതിയിൽ എത്തുന്നുണ്ട്. എത്തുന്നതിൽ പലതും തെളിവില്ലെന്നും പറഞ്ഞ് തള്ളി. ഇപ്പോഴിതാ ഈ കേസിലെ പ്രതികളും തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നത് മാത്രം മിച്ചം. ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നിങ്ങൾ ചാനലുകാർ ഒരുപാട് ആഘോഷിച്ചില്ലേ? സർ, അത് കുറ്റക്കാർക്കെതിരെ പൊതുജന അഭിപ്രായം ഉണ്ടായി കൊടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഒരു അക്ഷരം മിണ്ടിയോ? ഇല്ല. ഇനി ഇതെന്തായി തീരുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇല്ല സർ, ഇനി ഇതിനൊരു തീരുമാനം കണ്ടിട്ടേ ടെസ്സി പുറകോട്ടുള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വലിയ ആവേശമൊന്നും വേണ്ട. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. ഈ ചെമ്മീൻ ചട്ടിയിലാവില്ല സർ, അതോർത്ത് SP ടെൻഷൻ ആവണ്ട കേട്ടോ. ചൂടുള്ള വാർത്ത. എഡ്സി വിദ്യാർത്ഥിയുടെ പീഡനം കേസന്വേഷിച്ച് SPS സ്ഥലം മാറ്റി. പ്രതിപക്ഷം പ്രക്ഷോഭത്തിലേക്ക്. ചൂടുള്ള വാർത്ത. സത്യസന്ധമായി അന്വേഷിക്കുക. എസ്പിയുടെ സ്ഥലമാറ്റം പിൻവലിക്കുക. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണം. കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കുവാൻ ആരെയും അനുവദിക്കുന്നതല്ല. മന്ത്രിക്ക് ഇവിടെ ഭരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന പീഡനത്തിലെ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പായപ്പോ അതിന് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ ആർക്കാണ് മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഇനി ഈ കേസ് അന്വേഷിക്കാൻ കേരള പോലീസിലെ ഒരു റൂറൽ SP മെനക്കെടേണ്ടതില്ല. അത് നമ്മൾ അനുവദിക്കുന്നതല്ല. നമ്മൾ ഈ നിമിഷം മുതൽ സമരം പ്രഖ്യാപിക്കുകയാണ്. MCM കോളേജിലെ റായിങ് കേസ് അന്വേഷിച്ച് തീരും വരെ SP മാറ്റാൻ പറ്റില്ല. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ സമരം ശക്തമാക്കും. പിന്നെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ ഒരു മന്ത്രിമാരും ഒരു ചടങ്ങിലും പങ്കെടുപ്പിക്കില്ല. TV-കാർക്ക് ശരിക്കും പണിയായി. താനിരിക്കെ. വേണ്ട സർ. എടോ, താൻ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാൻ MLA ആയിരുന്നപ്പോ തന്റെ ലോ കോളേജിൽ ഒരു ഫംഗ്ഷന് വന്നത്? അന്ന് കമ്പനി കൂടി നാടൻ പാട്ട് പാടി തകർത്തത് വേറെ ആരുമല്ലല്ലോ, ഞാനും താനുമായിരുന്നില്ലേ? താൻ നല്ലൊരു അഡ്വക്കേറ്റ് ആകുമെന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ താൻ പോലീസിലായി. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലാണെന്ന ബഹുമാനമൊന്നും വേണ്ട. താൻ ഇരിക്കടോ. ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്? എടോ, ഘടകകക്ഷികളുടെ പിൻബലത്തിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക്
ഭരണം നിലനിർത്താൻ പലരെയും പ്രീതിപ്പെടുത്തേണ്ടി വരും. ചിലപ്പോ ഇതൊക്കെ വിട്ടെറിഞ്ഞ് പുണ്യാളച്ചന്റെ കൂടെ കൂടിയാലോ എന്ന് ആലോചിച്ചു പോകും. സർ, വിളിപ്പിച്ചെന്തിനാന്ന് പറഞ്ഞില്ല? തന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു. ഒരറ്റത്തും തുടങ്ങിക്കോ. എതിർപക്ഷത്ത് ആരായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകണം. എല്ലാത്തിനെയും കൂട്ടിക്കയറ്റി നിർത്തിയിട്ടേ താൻ വിശ്രമിക്കാവൂ. തന്നെ മാറ്റാനോ കേസിൽ ഇടപെടാനോ ആരും വരില്ല. ഇത് മുഖ്യമന്ത്രിയുടെ വാക്കാണ്. ഞാനുണ്ട് തന്റെ കൂടെ. താങ്ക് യു സർ. ടെസിയോ? സർ, സിഎം എന്ത് പറഞ്ഞു? അല്ല, ഞാൻ സിഎമ്മിനെ കാണാൻ വന്നവരും താനെങ്ങനെ അറിഞ്ഞു? മുഖ്യമന്ത്രി അനന്തപുരിയിൽ നിന്ന് ധൃതി വെച്ച് ഇങ്ങോട്ട് എത്തിയതെന്തിനാന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ തീർന്നു. എന്ത് തീർന്നു? ഈ വിസിറ്റ് തീർച്ചയായും ഒഫീഷ്യലാണ്. ഒഫീഷ്യലായാലും അൺഒഫീഷ്യലായാലും ട്രാൻസ്ഫർ ക്യാൻസൽ ആയില്ലേ? പൊന്നപ്പ, പ്രതികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അറസ്റ്റ്. എല്ലാം വളരെ പ്ലാൻഡ് ആയിരിക്കണം. ലൂപ്പ് ഹോൾസ് പാടില്ല. ഇല്ല സർ, എല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നിങ്ങൾ ബാംഗ്ലൂർ ലൊക്കേറ്റ് ചെയ്യണം. രാമേന്ദ്രൻ മൂന്നാറിലും. സാർ, ഒരു ചെറിയ സംശയം. അവിടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ പ്രശ്നം? ഏയ്, ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. സോ അവർ മിഷൻ സ്റ്റാർട്ട്സ് നൗ. യെസ് സർ. ഹലോ സർ. ഹലോ. കേസ് അന്വേഷണം എവിടം വരെയായി? എനിക്ക് ചില അജ്ഞാത ഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. അവര് ചെട്ടിയാരുടെ ആളുകളാണ്. കൂടുതൽ എന്തെങ്കിലും? ഇല്ല, പക്ഷെ ഞാൻ അവരെ ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഗൺ പോയിന്റിൽ അവരുണ്ട്. ഫോൺ ചെയ്യുമ്പോ അറക്കവാളിന്റെ കാതറിപ്പിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു. അവര് തന്ന ലൂപ്പ് ഹോൾ. അപ്പോ അതേതെങ്കിലും തടിമിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. യെസ്, യു ആർ കറക്റ്റ്. ഞാൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുമിച്ച് നിന്നാൽ മുള്ളിനെ നമുക്ക് മുള്ളുകൊണ്ട് തന്നെ എടുക്കാം. അവരെന്റെ കാൽ ചുവട്ടിൽ വരും. എന്തിനും ഏതിനും നീതിക്ക് വേണ്ടി ഈ വാസുദേവനൊപ്പം ഉണ്ടാവും, ഒരു നിഴൽ പോലെ. താങ്ക് യു സർ.
നടക്കുന്ന പ്രതികൾ ചെട്ടിയാരുടെ സങ്കേതത്തിലുണ്ട്. ഹലോ ഹലോ, നിങ്ങൾ ആരാണ്? ഹലോ, We are from Kerala police. Yes, please. Is there anybody by name Ajit staying here? ನೀವು ಯಾರು? എനിക്ക് ബന്ധു തീരാ. സോറി സർ, റൂം നമ്പർ 304. മലയാളിയാണല്ലേ? അതെ. ധന്യവാദ്. ഓക്കെ സർ. പോലീസിന് പിടികൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്മാർക്ക്. ആ SP അവന്മാരെ ഇടിച്ച് പിഴിയില്ലേ? മാത്രമല്ല അവർക്ക് നമ്മളുമായിട്ടുള്ള ബന്ധവും പുറത്താവും. കളിഞ്ചതൊന്നും തീർത്താൻ നോക്കണ്ട. ഇനി എന്നാ പണ്ണണമെന്ന് യോശിക്കൃതക്ക് താൻ തന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഇത് വിഴുന്നില്ല. കഴിക്ക്. ആ SP ഒതുക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? അതല്ലേ ഇത്രയും പ്രശ്നമായത്. പറഞ്ഞതുപോലെ എങ്ങനെ ഒതുക്കാനാ? അയാൾക്ക് പെണ്ണ് വേണ്ട, പണം വേണ്ട, ഫ്ലാറ്റോ ലാൻഡോ വേണ്ട. എനിക്കാണെങ്കിൽ ഇതെല്ലാം വേണം. അയാൾക്കാണെങ്കിൽ ആരെയും പേടിയില്ല, എനിക്കാണെങ്കിൽ എല്ലാരും പേടിയാ. നിർത്തോ? നിർത്തി, ഇന്നത്തേക്ക് നിർത്തി. ഇനി നാളെ വന്ന് അടിച്ചോളാം. நான் என்ன யோசிக்கிறேன், நீ என்ன பேசுறத தெரியுதா? இந்த நேரத்து அந்த போலீஸுக்கார கிட்ட வெறும் குறைச்சா மட்டும் பറ്റാതെ கடிக்கணும், கடிச்சு பொறிச்சு எடுக்கணும். அவன் பேபிடிச்சு குறைக்கணும். அப்போ அவனுக்கு சப்போர்ட் செய்த നാട്ടുകാർ അവർ തല്ലി കൊല്ലും. പുരിഞ്ചതാ? പുരിഞ്ച്. അപ്പൊ ഒരു പട്ടി ആവശ്യമുണ്ടല്ലേ? ശരിയാക്കാം. പൊമരനോ അത് ഡോബർമനോ? പക്ഷെ ചെലവാകും. പട്ടിയെ കൊണ്ട് കടിപ്പിക്കാനല്ല ഞാൻ சொன்னது, ഒരു ലോജിക്ക് சொன்னது. ഓഹോ, അപ്പൊ പട്ടി വേണ്ട, കമ്മീഷൻ പോയി. അറസ്റ്റ് ചെയ്യപ്പെട്ടത് സ്റ്റുഡൻസ് താൻ. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം. ഓഹോ, അപ്പൊ പട്ടിക്ക് പകരം മുള്ളാണല്ലേ വേണ്ടത്? ആക്ച്വലി എന്ത് മുള്ള വേണ്ടത്? சும்மா லூஸ் மாதிரி பேசாத അറിവുകെട്ടമുണ്ടം. അപ്പൊ ചെട്ടിയാർക്ക് മനസ്സിലായി. 10 സ്റ്റുഡൻസ് റോഡിലേക്ക് ഇറക്കത് ഉന്നാലെ മുടിയുമാ? അതിപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. പഠിക്കാൻ വരുന്നവരെ പെരുവഴിയിലാക്കുന്നതാണ് നമ്മുടെ ഒരു രീതി. അതിനു വേണ്ടിയിട്ടാണല്ലോ സ്റ്റുഡൻസ് യൂണിയൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പറയൂ, എപ്പ വേണമെന്ന് പറഞ്ഞാൽ മതി, സംഗതി റെഡി. ഇപ്പൊ കൊഞ്ചം കാവി ഡ്രസ് കിടക്കുമാ? ഇയാളെന്താ കാശി അടിയൻ? കൊഞ്ചം റെഡ് ഷർട്ടും വേണം. ഇയാളെന്താ തുണിക്കട തുടങ്ങാൻ പോകുന്നു? ഇനി നോക്കടാ ഇന്ത ചെട്ടിയാരുടെ കളി എന്നാന്ന്. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകണം. നിങ്ങൾ പിരിഞ്ഞു പോകണം. അത് താനാണ് തീരുമാനിക്കുന്നത്. പോലീസ് അനാവശ്യമായി ലോക്കപ്പിലിട്ടിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരെ വിട്ടുകിട്ടാതെ പോകുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാ. എന്റെ പൊന്നു മക്കളെ, ഈ ലോക്കപ്പിൽ കിടക്കുന്ന എല്ലാം ക്രിമിനൽസാ. ക്രിമിനൽ പീഡനം എന്ന് കേട്ടിട്ടുണ്ടോ? ഇത്ര ചെറുപ്പത്തിലെ കൂമ്പ് വാട്ടണോ? വീട്ടിൽ പോ നോക്കേ.
ടൈഗർ SI-24 calling. സർ, നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സമരം വളരെ രൂക്ഷമായിരിക്കുകയാണ്. സർ, കൂടുതൽ ഫോഴ്സ് വേണം സർ. സർ, CIക്ക് നല്ല സുഖമില്ല സർ. ഓവർ. മോനെ കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുത്. എന്റെ കുഞ്ഞുങ്ങളും രാമേന്ദ്ര സാറേ, ഒന്ന് നിക്കണം SP സാറേ. MLA എന്തായി സാർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ? കുറച്ച് പിള്ളേരെ പിടിച്ച് ലോക്കപ്പിലിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്തോ? എന്താ MLA ഇങ്ങനെ? കേസ് തെളിയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന്റെ ഗ്രാസ് റൂട്ടിൽ തന്നെ പിടിക്കണം. ഇമാതിരി പ്രഹസനം കൊണ്ട് കേസ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടോ? കേസ് അവസാനിപ്പിക്കാനല്ല മിസ്റ്റർ വാസുദേവൻ, തുടങ്ങാനാണ്. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് അവർ ഇൻവെസ്റ്റിഗേഷൻ. എന്ത് ബിഗിനിങ്ങാ സാറേ? നിങ്ങളിൽ നിന്നെങ്കിലും ഞാൻ ഇപ്പൊ നീതി പ്രതീക്ഷിച്ചു. ആർ യു ബ്ലേമിംഗ് മീ? നോ. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് സബ് ഇൻസ്പെക്ടർ രാമേന്ദ്രൻ കൊല്ലപ്പെട്ടത്. നേരിൽ കണ്ട പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പകരം സംശയത്തിന്റെ പേരിൽ കുറച്ച് സ്റ്റുഡൻസിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ ഈ നാടകം? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ വാസുദേവൻ. ശോഭിച്ച് വെറുതെ പ്രഷർ കൂട്ടണ്ട. ഈ ആത്മരോഷം കേസിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികൾ എപ്പോഴും അകത്തായനെ. പിള്ളേര് പ്രകടനം നടത്തിയപ്പോ 4-3-7 പോലീസുകാരല്ലേ സ്പോട്ടിലുണ്ടായിരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചോ ലോക്കൽ പോലീസോ എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല? ചാനലുകാരെ 3-4 ബുള്ളറ്റിനല്ലേ വീശത്. എന്റെ സബോർഡിനേറ്റിനെ കൊന്നവരെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നതാണോ നിങ്ങൾ കരുതിയത്? വിവരം അറിഞ്ഞ് ഞാൻ മിനിസ്റ്ററുടെ പ്രോഗ്രാം വരെ ക്യാൻസൽ ചെയ്തിട്ടാണ് സ്പോട്ടിലെത്തിയത്. താങ്കൾ ചോദ്യം ചെയ്തത് എന്റെ ആത്മാർത്ഥതയാണ്. ഇതിൽ നന്നായിട്ട് പ്രസംഗിക്കുന്നതിനായി വാസുദേവൻ. നിങ്ങളെ ഞാൻ സാറേ എന്ന് വിളിക്കുന്നതേ എന്റെ 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചോണ്ടല്ല, സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ എന്ന് കരുതിയിട്ടാ. ഐ വിറ്റ്നസ് ആയ ഒരു കേസ് തെളിയിക്കാൻ പറ്റാത്ത നിങ്ങള് സിന്ധുവിന്റെ കേസ് എങ്ങനെ തെളിയിക്കും? സിന്ധുവിന്റെ കേസ് തേച്ച് മാച്ച് കളയാൻ എന്തെങ്കിലും ശ്രമം നടന്നു അറിഞ്ഞാൽ നഴ്സിംഗ് സ്റ്റുഡൻസ് പ്രതികരിച്ചവരാവില്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. Stop it! Don't criticize my duty. I know what I should do. പിന്നെ ഇതിനൊക്കെ MLA നിങ്ങളുടെ ഉപദേശം വേണ്ട, മനസ്സിലായോ? സർ, കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ DMO ഓഫീസുമായി ബന്ധപ്പെടാം. അതിന്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. താങ്ക്സ് ഫോർ എവറിത്തിങ്. ഓക്കെ സർ. സർ എന്ത് വേണം? പുതിയ സെൻസേഷൻ വല്ലതും ഉണ്ടാക്കാനുള്ള ശ്രമമാണോ? അല്ല സർ, SI രാമചന്ദ്രന്റെ കേസിലെ പ്രതികളെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഉണ്ടെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് പറയണോ? ഈ കേസിന്റെ ഫോളോ അപ്പിനെ പറ്റി അറിയാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട്. SI രാമചന്ദ്രന്റെ കൊലപാതകത്തെ പറ്റി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ ചാനലാണെന്ന് സാറിന് അറിയാലോ. അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയെന്ന് പറ. അതെന്താ സർ ഇങ്ങനെ പറയുന്നേ? ഒരു ന്യൂസ് ഉണ്ടാകുമ്പോ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ന്യൂസ് ചാനലിന്റെ കടമയല്ലേ? ടാം റേറ്റിൽ നമ്പർ 1 ഞങ്ങളുടെ ചാനലാന്ന് സാറിന് അറിയാലോ. എനിക്കറിയാം, ഞാനത് കണ്ടതാണല്ലോ. ശവം കിടന്ന സ്ഥലത്തെ ചോര, ബോഡി കൊണ്ടുവന്ന് കിടത്തിയ സ്ട്രെച്ചർ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും കരച്ചിലും കണ്ണുനീരും, ബോധം കെട്ടു വീണ പെറ്റമ്മയുടെ നെടുവീർപ്പുകളും തേങ്ങലും. എന്തിന്? ശവം ചിതയിലേക്ക് എടുത്തത് മുതൽ ദഹിപ്പിച്ച് ചാരമാക്കുന്നവരെ നിങ്ങൾ ലൈവായി കൊടുത്തു. ഏതൊരു റിയാലിറ്റി ഷോയെക്കാളും വലിയൊരു ഷോ ആക്കി മാറ്റി. എന്തിന്? മൾട്ടിനാഷണൽ കമ്പനികൾ അത് ലക്ഷങ്ങൾ മുടക്കി ബ്രാൻഡ് ചെയ്തു. ഇതാണോട് നിങ്ങളുടെയൊക്കെ യങ് ജേർണലിസം? സാറെന്താ പരിഹസിക്കാണോ? പരിഹാസോ? സത്യമല്ലേ? ജേർണലിസ്റ്റുകൾക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ? ഐ കാൺ ടോളറേറ്റ് ദിസ്. ഇനിയിപ്പോ ആരുടെ ശവം തേടിയാ നിങ്ങൾ ഇങ്ങോട്ടെത്തിയത്? എന്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ല സാർ ഇപ്പൊ പറഞ്ഞത്. സാർ ഇന്നഫിഷ്യന്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെ അക്രമികൾ എങ്ങനെ കോളേജിൽ വന്നു? നീ എന്നെ ഇൻവെസ്റ്റിഗേഷൻ പഠിപ്പിക്കാ? സാർ, ഇതിന്റെ പിന്നിലെ അദൃശ്യ ചങ്ങലയുടെ മുറിഞ്ഞ കണ്ണികൾ കണ്ടുപിടിക്കാൻ ഇതുവരെയുള്ള സംഭവങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാ മതി. സാർ അത് ചെയ്തിട്ടില്ല. റീവൈൻഡ് ചെയ്യാനോ? എന്ത് സംഭവം? ജെസ്സിയുടെ മരണം, സിന്ധുവിന്റെ പീഡനം, ഇപ്പോ SI രാമചന്ദ്രന്റെ മർഡർ. എല്ലാത്തിനും പിന്നിൽ ഒരേ ആളുകളാണ് സർ. അതാരെ?
അത് കണ്ടുപിടിക്കൽ എന്റെ പണിയല്ലല്ലോ. ഷോ യുവർ എഫിഷ്യൻസി. ഇതാണ് ഡോക്ടർ ലത എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സാറല്ലാതെ മറ്റാരും വന്നിട്ടില്ല. ഈ ഡോക്ടർ ലതയെ ഒന്ന് കാണാൻ സാധിക്കുമോ? സോറി സർ, ലത ഇപ്പൊ UK-യിലാണ്. ഓ ഐ സി. ഞാനിതൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും പുലിവാലാവോ സാർ? ഏയ് വരട്ടെ. ശരി സർ. സർ, എന്താ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചേ? എസ്ഐയുടെ കൊലപാതകി കിട്ടിയോ സർ? യു ആർ അണ്ടർ അറസ്റ്റ്. സർ, ഞാൻ എന്താ ചെയ്തേ? എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? പൊട്ടം കളിക്കാണോ? നീ ഇതുവരെ ആൾമാറാട്ടം നടത്തുകയായിരുന്നില്ലേ? ജീവൻ ടിവിയിലെ റിപ്പോർട്ടറാണെന്ന നാട്യത്തിൽ നീ ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. ആൾമാറാട്ടം ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ജാമ്യമില്ലാതെ നിന്നെ ഞാൻ അകത്തിടും. ഇല്ല സർ, സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഷട്ട് അപ്പ് മോനെ. യെസ് സർ. അങ്ങോട്ട് നീങ്ങി നിൽക്കടി. ഇവളെല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു സാർ. ടെസ്സിയാണ് ഇവളെ കൊണ്ട് കമ്പൽ ചെയ്യിച്ച് ഈ ആൾമാറാട്ടം നടത്തിയത്. കേട്ടല്ലോ. ഇനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടിനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കാം. ഓമനെ പ്രസ് ക്ലബിലേക്ക് വിളിക്കും. ഇവരുടെ കള്ളക്കളികൾ ചാനലുകാരൊന്ന് ആഘോഷിക്കട്ടെ. സാറി രക്ഷിക്കണം, ഒരു അബദ്ധം പറ്റിയതാ. ഇവക്ക് അബദ്ധം പറ്റി, നിനക്കങ്ങനെ അല്ലല്ലോ. ബുദ്ധിരാക്ഷസിയുടെ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നല്ലോ. നീ ഒരു ജേർണലിസ്റ്റ് ഒന്നും അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ എവിടെ വരെ പോകുമെന്ന് കാത്തിരിക്കുമായിരുന്നു ഞാൻ. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനായിരുന്നു ഈ വേഷം കെട്ട്? സാർ ക്ഷമിക്കണം, എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്ത് 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 ലക്ഷ്യം? ജെസ്സി, എന്റെ ചേച്ചി. അവൾ MCM നഴ്സിംഗ് കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അവളെ നാഗപ്പ ചെട്ടിയാർ വളർത്തുന്ന തെമ്മാടിക്കൂട്ടം നശിപ്പിച്ചു. അതിൽ മനനൊന്ത അവൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. അന്ന് കിടന്ന കിടപ്പ എന്റെ പപ്പ. എന്റെ ചേച്ചിയെ നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ ഈ ആൾമാറാട്ടം നടത്തിയ. എന്റെ പപ്പയുടെ കിടപ്പ് കണ്ടില്ലേ? ഒരു ദിവസം 3 തവണ മയക്കണം. ഹൈ ഡോസ് സെഡേഷൻ. സ്വന്തം പപ്പയെ എത്ര തവണ സെഡേഷൻ കുത്തിവെക്കാനാവും? അത് ഒരു ഡോക്ടർക്ക്. ഇപ്പൊ പറ്റുന്ന സമയത്തോളം മദ്യം കുടിപ്പിച്ച് ഉറക്കിക്കിടത്താണ് ഈ ഇരുട്ടുമുറിയിൽ. സ്വന്തം പപ്പയ്ക്ക് വേണ്ടി മദ്യം വാങ്ങേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ഗതികേട് സാറൊന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചി മരിച്ച ശേഷം ഇതാ എന്റെ അവസ്ഥ. എന്നോട് നമ്മൾ അന്നേ പറഞ്ഞില്ലേ ആ SP ആളത്ര നിസ്സാരക്കാരനല്ലാന്ന്. അതിനിപ്പോ നിങ്ങൾ എന്നോട് ചൂടാകുന്ന എന്തിനാ? ആ കോളേജ് പിള്ളേരെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഉപയോഗിച്ചതേ നമ്മളെല്ലാം കൂടാ. എല്ലാം കൊളവാക്കിയത് ആ കടത്തുകാരന്റെ മോളെ യവന്മാര് കയറി കൈകാര്യം ചെയ്തോണ്ടാ. അല്ല, നിങ്ങളും ചെട്ടിയാരും തമ്മിൽ പിണങ്ങിയനെ എന്റെ മേക്കിട്ട് കയറുന്ന എന്തിനാ? പിന്നെ കേറാണ്ട് അതിനൊക്കെ ആണത്തം ഉണ്ടെങ്കിൽ ആ തോമസിനെ പോലുള്ള ഊച്ചാളികളുടെ പറയാൻ നടക്കാണ്ട് ആ SP ഇന്ദ്രയിത്തിനെ തട്ടാൻ നോക്കിന്ന്. നിങ്ങൾ ആരുടെ ഉപദേശവും സഹായവും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളൊന്ന് പോകാൻ നോക്ക്. ഒന്ന് പോടോ. ഓരോരുത്തന്മാര് വന്നിരിക്കുന്നു ഉപദേശിക്കാൻ. മിടുക്കൻ, നീ താൻ ശരിയായ ആമ്പിളை. എനക്ക് ரொம்ப പിടിച്ചാച്ച്. എന്നാൽ എന്തായി നടന്നത്? ഒരുമാതിരി കവലച്ചട്ടമ്പികളെ പോലെ. നിയമസഭ പോലെ ഞങ്ങൾ ദേഷ്യം വന്ന മാക്സിമന്റെ മുണ്ടി ഇങ്ങനെ ഒന്ന് പൊക്കി കാണിക്കും. പക്ഷെ ജട്ടി ഇടാൻ മറക്കരുത്. സോറി, തിരക്കിനിടയിൽ ഞാനിത് ഇടാൻ മറന്നുപോയി. തോമസ്, നീ കൊഞ്ചം പേശാമിരിക്കുക. തമ്പി, നീ ഒന്നും കവലപ്പെടാതെ. നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്തത് ഉപേക്ഷിക്കാൻ പറ്റില്ല. SP ഇന്ദ്രജിത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യും ചെട്ടിയാരെ. അതിന് ഇയാളെ നല്ല ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട. വേണ്ട ചെട്ടിയാരെ, വേണ്ട. வாங்க வாங்க, கொஞ்சம் வாங்க தம்பி. ரஃபீக் தம்பி, அந்த காலேஜ் பசங்களை செல்லுக்குள்ளே கைகாரியம் பண்ணிடு. അതുതാൻ ശരിயான യോസனை. ഇത് സീരിയസ് റഫീഖ്, സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? അവന്റെ മൂക്കിന് കീഴെ നമ്മൾ കളിക്കും, അത്ര തന്നെ. അങ്ങനെ പറ തമ്പി. ബിസിനസ്സിൽ ഞാൻ നിന്നെ സുൽത്താനാക്കും. അപ്പൊ ഈ XMLA തോമസിനെ സുൽത്താന്റെ മന്ത്രിയാക്കണം. സുൽത്താന അന്തപുരവും കുറെ സുന്ദരികളും പിന്നെ നമ്മൾ ഏറ്റു അല്ല ചെട്ടിയാരെ?
എല്ലാം വിധി പോലെ വരട്ടെ. ഹലോ, SI വാസു. എണീക്കണ ഇവിടെ പോടാ, നോക്കടാ അങ്ങോട്ട്, നോക്ക്. നിന്നെ സാറേ ചതിച്ചു. ഇന്നലെ ക്യാമ്പിലുണ്ടായിരുന്ന പ്രതികളെ ആരൊക്കെയോ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി. ആര് ചതിച്ചെന്ന്? തന്റെ കസ്റ്റഡിയിലുള്ള പ്രതികളെ താൻ അറിയാതെ ആരോട് കൈകാര്യം ചെയ്യുന്നത്? അതാ സാറേ ഞാനും ആലോചിക്കുന്നത്. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ആരൊക്കെയോ ചേർന്ന് മനഃപൂർവ്വം ചെയ്തതാണ്. ഇത്ര ക്രൂരമായി സ്റ്റുഡൻസിനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? പോലീസിൽ ക്രിമിനൽ സ്വഭാവം ഉള്ളവരുണ്ടെന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമായി. ഈ മൃഗീയതയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ SP. IPC 305, 312, 116 വകുപ്പുകൾ പ്രകാരം നിങ്ങളെ ശിക്ഷിക്കേണ്ടതാണ്. ആസ് എ മജിസ്ട്രേറ്റ് ഐ ആം അഷേംഡ് ഓഫ് യു. ആദ്യം കുട്ടികളെ ഹോസ്പിറ്റലൈസ് ചെയ്യും. എടോ, താൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷേ സംഭവം വളരെ ഒച്ചപ്പാടായില്ലേ? ഹോം മിനിസ്റ്റർ അടുത്തുവരെ കാര്യങ്ങൾ എത്തിയില്ലേ? സർ, ഇത് ചതിയാണ്. ആരോ മനഃപൂർവ്വം. അതേടോ, ചതി തന്നെയാ. തന്നെ പോലെ ഒരാളുടെ കാൽച്ചുവട്ടിലെ മണ്ണിളക്കണമെങ്കിൽ അവർ നിസ്സാരക്കാരായിരിക്കില്ല. തൽക്കാലം ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം രക്ഷിക്കാൻ എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് CIക്ക് ഒരു ട്രാൻസ്ഫർ, തനിക്ക് ചെറിയൊരു സസ്പെൻഷൻ. എന്തിനാ സർ ചെറുതാക്കുന്നത്? വലുത് തന്നെ ആയിക്കോട്ടെ. മിസ്റ്റർ ഇന്ദ്രജിത്ത്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. തനിക്കെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു സർ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. തുമ്മിയാൽ തെളിക്കുന്ന മൂക്കുപോലുള്ള ഈ ജോലി ഞാൻ രാജിവെക്കുന്നു സർ. മിസ്റ്റർ ഇന്ദ്രജിത്ത്, വാട്ട് നോൺസെൻസ് ആർ യു ടോക്ക്? രാജിയോ? ഇതെന്താ കുട്ടികളിയോ? സാർ ക്ഷമിക്കണം, ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കും സർ. നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിന്റെ വിചാരണ കോട്ടയം അതിവേഗ കോടതിയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രതികളെന്ന് സംശയിക്കുന്ന അജിത്, ഗോപൻ, ടോണി, റിയാസ് എന്നീ വിദ്യാർത്ഥികളെ ഇന്ന് വിസ്തരിക്കും. ഇവരെ കുറ്റത്തിന് പ്രേരിപ്പിച്ച നാഗപ്പ ചെട്ടിയാർ അറസ്റ്റിലായി. കൂട്ടുപ്രതിയായ തോമസ് മാപ്പുസാക്ഷിയായി. വിവാദമായ ഈ കേസിന്റെ വിചാരണ കേൾക്കാൻ ഇവിടെ ജനം തടിച്ചുകൂടിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ജീവൻ ന്യൂസിന് വേണ്ടി ശ്രീജ. APPയുടെ ദേഹാസ്വസ്ഥം കണക്കിലെടുത്ത് ഈ പീഡന കേസിന്റെ വാദം 2 മണിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്താ സാർ അസ്വസ്ഥത പോലെ? നല്ല സുഖമില്ല, ഡസ്റ്റ് അലർജിയാ. അത് വന്ന അന്നത്തെ ദിവസം പോക്ക. ഹലോ, MLA സാറല്ലേ? ഞാൻ ടെസിയ. കണ്ടോ സർ? APP ചതിച്ചു. ഇനി എന്ത് ചെയ്യും? സാരമില്ല, എല്ലാ വിവരങ്ങളും അറിഞ്ഞു. ഇപ്പോ സെബാസ്റ്റ്യൻ വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. അതെങ്ങനെയാ വാസുദേവൻ സാറേ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത്? ഞാൻ ഈ കേസ് പഠിച്ചിട്ടില്ലല്ലോ. പോയിന്റ്സ് എല്ലാം APP പറഞ്ഞുതരും. അദ്ദേഹത്തിന് സുഖമില്ലാത്തോണ്ടാ. നിർബന്ധിക്കരുത് സർ.
പബ്ലിക് പ്രോസിക്യൂട്ടർ അറ്റൻഡ് ചെയ്യേണ്ട കേസ് ഞാൻ ഏറ്റെടുക്കില്ല. തോമസേ, മറ്റേ പാർട്ടിയെ വിളിച്ചു. അല്ലേ സാറേ? എന്തായി? ഒരു രക്ഷയില്ല, വക്കീലന്മാരാരും സഹകരിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? എല്ലാം ചെട്ടിയാട് പ്രശ്നം തന്നെ. സാരമില്ല, നമുക്ക് സ്വാധീനമുള്ള ഒരാളുണ്ട്. വാ നോക്കാം. കേറ്. ക്രൈം നമ്പർ 318/2008 കുറ്റിച്ചിറക്കൽ ദാമു മകൾ സിന്ധു. നിങ്ങളാണോ സിന്ധു? അതെ. കോളേജിൽ പഠിക്കാൻ സാമ്പത്തികമായി വിഷമിക്കുന്ന നിങ്ങൾ പലപ്പോഴായി പലരോടായി പണം കടം വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല. അത് കിട്ടാതെ വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു പീഡന കേസ് ഉണ്ടാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയത്? നിങ്ങൾക്ക് എത്ര രൂപ വേണമായിരുന്നു? എനിക്ക് അവരുടെ പണം വേണ്ട. അപ്പോൾ നിങ്ങൾ എൻജോയ്മെന്റിന് വേണ്ടിയാണ് അവരുടെ കൂടെ കൂടിയത് അല്ലേ? അല്ല, ചതിച്ചതാണ്. ആട്ടെ, ആരാണ് നിങ്ങളെ ആദ്യം പീഡിപ്പിച്ചത്? അജിത്ത്. എന്താണ് അജിത്ത് നിങ്ങളെ ചെയ്തത്? എങ്ങനെയാണ് പീഡിപ്പിച്ചത്? നിങ്ങൾ എതിർത്തോ അതോ സഹകരിച്ചോ? പറയൂ, എല്ലാം വിശദമായി തന്നെ പറയൂ. MLA വക്കീലുമായി വരുമോ? പ്രതീക്ഷിക്കണ്ട, പ്രതിപക്ഷ നേതാവിന്റെ വിസിറ്റ് ഉണ്ട്. കരയാതെ കാര്യം പറയൂ കുട്ടി. അജിത്ത് നിങ്ങളെ എന്ത് ചെയ്തു? അജിത്ത് നിങ്ങളെ കയറി പിടിച്ചോ? അജിത്ത് നിങ്ങളുടെ എവിടെയാണ് ആദ്യം സ്പർശിച്ചത്? അപ്പോൾ നിങ്ങൾക്കുണ്ടായ വികാരം എന്തായിരുന്നു? ഇങ്ങനെ കരഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല കുട്ടി. നടന്ന സംഭവങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ. ഒബ്ജെക്ഷൻ യുവർ ഓണർ. യുവർ ഓണർ, ഞാൻ അഡ്വക്കേറ്റ് ഇന്ദ്രജിത്ത്. വാദിക്ക് വേണ്ടി ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാനാണ്. താങ്ക് യു യുവർ ഓണർ. ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീൽ എന്റെ കക്ഷിയെ മനഃപൂർവ്വം ഹരാസ് ചെയ്യുവാണ്. ഒരു തെരുവേശിയുടെ പോലും ഇത്ര തരം താഴ്ന്ന രീതിയിൽ ഒരാൾ സംസാരിക്കില്ല, പ്രത്യേകിച്ചും കോടതിയിൽ. ഹലോ, നിങ്ങൾ പീഡിപ്പിച്ച എത്രാമത്തെ കുട്ടിയാ സിന്ധു? ഓർക്കുന്നില്ല സർ. അപ്പൊ നിങ്ങൾ സിന്ധുവിനെ പീഡിപ്പിച്ചു എന്ന് സമ്മതിച്ചു? പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ലാബിൽ വെച്ച് സിന്ധുവിനെ പീഡിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ബാറിലേക്കാണോ പോയോ അതോ ഹോസ്റ്റലിലേക്കോ? ഹോസ്റ്റലിലേക്ക്. അല്ല, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതികൾ സിന്ധുവിന് സോറോസെഫാം കൊടുത്തത് അവക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ്. രാജ മെഡിക്കൽസിൽ നിന്ന് അജിത്ത് വാങ്ങിയ സോറോസെഫാമിന്റെ ബില്ലിന്റെ കോപ്പിയാണിത്. മെഡിക്കൽ ഷോപ്പ് ഉടമ അജിത്തിനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവിടുത്തെ ഡോക്ടർമാരും ഗൈനക്കോളജിസ്റ്റുകളും തന്ന റിപ്പോർട്ട് പ്രകാരം 5 പേര് ചേർന്ന് സിന്ധുവിനെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടാണിത്. അതിനാൽ IPC 376, 324, 326, 307 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് പരമാവധി ശിക്ഷ വിധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. സിന്ധു എന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പ്രതികൾക്ക് IPC 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് ജീവപര്യന്തം ശിക്ഷയാണ് ലഭിക്കുക. എന്നാൽ പ്രതികൾ വിദ്യാർത്ഥികളാണെന്ന് പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വരുത്തി 7 വർഷം തടവിന് ഈ കോടതി വിധിക്കുന്നു. പ്രതികൾക്ക് മേൽക്കോടതിയിൽ പോകാവുന്നതാണ്. സാർ,
താനെന്നെ സല്യൂട്ട് ചെയ്യൊന്നും വേണ്ട, ഞാനിപ്പോ സർവീസിലില്ല. എന്നാൽ സാറിനെ കണ്ട് സല്യൂട്ട് ചെയ്തൊരു സുഖമാണ്. സാറിന് ഈ വക്കീലിന്റെ മാജിക് അറിയാവുന്ന എനിക്കറിയില്ലായിരുന്നു. ഉഗ്രം പെർഫോമൻസ്, കൺഗ്രാചുലേഷൻസ്. പ്രതിഭാഗം വക്കീൽ വിറച്ചു പോയില്ലേ? സാർ എന്നെ ഗുമസ്തനാക്കാമെങ്കിൽ ഞാൻ ഈ സർക്കാർ ഉദ്യോഗം രാജിവെച്ചേക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. വരട്ടെ. ഓ, ഓൾ ദ ബെസ്റ്റ്. പോലീസ് വക്കീലേ, തനിക്കറിയാലോ നാളെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. പിന്നെയും കോടതിയുണ്ട്. തന്റെ ഈ ചാരിത്ര ചരക്കിനെ പൊക്കിക്കൊണ്ട് താൻ അവിടെയെല്ലാം നിരങ്ങണം കേട്ടോ. എടി പെണ്ണേ, ആവശ്യത്തിന് കാശ് തരാന്ന് പറഞ്ഞപ്പോ നിനക്ക് നെകളിപ്പാ. ഇന്ന് ഒരു ദിവസം ഞങ്ങൾ ജയിലിൽ കിടക്കും, പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങും ഹോട്ടൽ പാരഡൈസിൽ. നീ വേണേ അങ്ങോട്ട് വാടി. ശരിയാ, നമുക്ക് പഴയ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാം. തന്തയ്ക്ക് പറക്കാത്ത കഴിവരുടെ മോനെ, കോടതിയും കേസൊക്കെ ഒരു വഴിക്ക് കിടക്കും. നീയൊക്കെ എന്താടാ വിത്ത് കളകളോ? ഒരു നിമിഷം മതി നീയൊന്നും ഒരിക്കലും പൊങ്ങാത്ത പരുവത്തിലാക്കി കളയും ഞാൻ. ചുമ്മാ പോ സാറേ. സാറിപ്പോ പോലീസല്ല, വക്കീലാ. പ്രതികളെ കൈകാര്യം ചെയ്യാൻ വാദിഭാഗം വക്കീലിന് അവകാശമൊന്നും തീരെഴുതി കിട്ടിയിട്ടില്ലല്ലോ. ഇവളെ ഉണ്ടല്ലോ, ഇവളെ ഇഞ്ചിഞ്ചായി തീർക്കും ഞാൻ. ശരി, വരട്ടെ.
ുള്ള കനിവിനുറവേ തീരങ്ങൾ രാവണനു നൽകുന്നു. എനിക്ക് മതിയായി. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികമായി. അല്ല, ആരിത്? മാലാകുട്ടി ചെറുത്താമാരുടെ കൂട്ടിലോ? വഴിതെറ്റി വന്നതാ? അജിത്തെ, എടാ അജിത്തെ, എവിടെ പോയി പണ്ട? അവനെ വിളിക്കണ്ട, അവൻ ഫിറ്റാ, ഉറങ്ങിക്കാണും. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ കൊടുത്ത കേസ് പിൻവലിച്ചോളാം. എനിക്ക് പറഞ്ഞ കാശ് തന്നാ മതി. എന്താ 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 കേസ് പിൻവലിക്കാന്നോ? കാശ് മതിയെന്നോ? നീ എന്താ പുതിയ മൊഴിമാറ്റക്കാരിയാ? ഗതികേട് കൊണ്ടാ. ഓക്കെ ഓക്കെ, എഗ്രീഡ്. അപ്പൊ നിനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഒന്ന് സഹകരിച്ച് കാണിക്കടേ. സഹകരിക്കാം. വെരി ഗുഡ്. ആദ്യം അപ്പുറത്ത് കിടക്കുന്ന അജിത്തിനെ ഒന്ന് ഉണർത്തിയെടുക്കും. ആ മോള് ചെല്ല് ചെല്ല്. ആ നമ്മുടെ പോലീസ് വക്കീലിനോട് ഞാനൊന്ന് വിളിച്ചു പറയട്ടെ ഈ ഹാപ്പി ന്യൂസ്. ഹലോ, മുൻ SP അഡ്വക്കേറ്റ് ഇന്ദ്രജിത്ത്, നിങ്ങളുടെ ക്ലയന്റ് ഇപ്പൊ ഞങ്ങളുടെ പാലസിലുണ്ട് കേട്ടോ. അവളിപ്പോ ഞങ്ങൾക്ക് ഡിന്നർ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹലോ ഹലോ, ആരത്? ഹലോ, ഒഴിക്കടാ വന്നിങ്ങോട്ട്. ഹലോ ഹലോ, വാസുദേവ സാറല്ലേ? അതെ. ഞാനൊന്ന് പോയിച്ചു വരാം.
എന്താ മോളെ ഇത്? എന്തിനാ മോളെ നീ ഇത് ചെയ്തത്? സാറേ, ഇത് ഞാനാ ചെയ്തത്, ഞാൻ മാത്രം. നോ, ഒരു പോലീസ് ഓഫീസറായിരുന്നു എനിക്ക് ഒരിക്കലും ഇത് സമ്മതിക്കാൻ കഴിയില്ല. സാറേ, സാറ് പറയണം. ഒരുപാട് നാൾ കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ നിധി അവള്, എന്റെ പൊന്നുമോള്. അവള് നിരപരാധിയാ, അവളെ ശിക്ഷിക്കരുത്. ഇത് ഞാനാ ചെയ്തത്, ഞാൻ മാത്രം. മിസ്റ്റർ ഇന്ദ്രജിത്ത്, നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആരെയും ശിക്ഷിക്കാൻ വേണ്ടിയല്ല, എല്ലാത്തിലും വലുത് മനസാക്ഷിയാണ്. ഇവിടെ ശരി ദാമുവേട്ടൻ പറഞ്ഞതാണ്. സിന്ധു, എനിക്ക് നിന്നെ ഇപ്പോഴും വേണ്ട. എന്താ, എന്തിനാ നീ ഇങ്ങനെ? ഞാനിപ്പോ പഴയ സിന്ധു അല്ല. എനിക്ക് നീ അപ്പോഴും ഇപ്പോഴും ആ പഴയ സിന്ധു തന്നെയാ. ഇല്ല, എനിക്ക് പഴയ ഞാനാവാൻ കഴിയില്ല. ഒരിക്കലും ഒരിക്കലും കഴിയില്ല. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ അമ്പലനടയിൽ വെച്ചാ ഞാൻ പറയുന്നത്. അമ്പലനട, ദൈവങ്ങൾ. ഈ പാവം പെണ്ണിന്റെ ജന്മം ഇറച്ചി കഷ്ണം പോലെ തെരുവുപട്ടികൾക്ക് എറിഞ്ഞുകൊടുത്ത ദൈവങ്ങൾക്ക് എന്ത് വിലയുണ്ട് രാകേഷ്? വേണ്ട, ഇനി ഓർമ്മിക്കണ്ട. എന്നോട് കാണിച്ച കരുണയ്ക്ക് നന്ദിയുണ്ട്. പക്ഷേ ഞാനിപ്പോ പഴയ സിന്ധുവല്ല, ആവുകയില്ല. ഇതൊരു കഥയല്ല, കത്തുന്ന പച്ച ജീവിതമാണ്. കണ്ടോ, കണ്ണുനീരായി ഉരുകി ഒലിച്ചു തീരാത്ത സ്ത്രീജന്മം. അതെ, ഇതും ഒരു സ്ത്രീജന്മമാണ്. വേട്ടനായ്ക്കൾക്ക് മുന്നിൽ പതറാത്ത സ്ത്രീജന്മം.